ഹലോ ഗൈസ്, അപ്പൊ ഇരുമ്പ് ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾ ആക്രി പെറുക്കാൻ പോവാന്ന് വിചാരിക്കണ്ടാവും. അതൊന്നല്ല കേട്ടോ. നമ്മൾ ഇപ്പൊ ഭയങ്കര മഴയുണ്ട്. മഴ ആയതുകൊണ്ട് തോടിലും പുഴയിലൊക്കെ വെള്ളം നിറഞ്ഞ എല്ലാവരും മീൻ പിടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. ഇഷ്ടം പോലെ മീൻ കിട്ടും. അപ്പൊ നമുക്കും അതേപോലെ തന്നെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അടാർ ഐറ്റം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, കുരുത്തി പറയും കേട്ടോ. വേറെ വലിയ പണിയും കാര്യങ്ങളൊന്നും. 4 അടിക്ക് 4 കമ്പി, കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അതേപോലെ ഇതാ റിങ്, ഇതാ ഈ ഒരു വട്ടത്തിലുള്ള റിങ്, 4 റിങ് വേണം. 4 എണ്ണം 4 സൈസിലാണ്. കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഒന്ന് ചെറുത്, കുറച്ച് അതിനെക്കാട്ടും വലുത്, അതിനെക്കാട്ടും കുറച്ചും കൂടി വലുത്, അതിനെക്കാട്ടും കുറച്ചും കൂടി വലുത്, അങ്ങനെ 4 എണ്ണം ഉണ്ട്. പിന്നെ നമുക്കിത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെ മീൻ പിടിക്കാം, കൈ നനയാതെ എങ്ങനെ മീൻ പിടിക്കാം എന്നുള്ള കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ സാധനങ്ങളൊക്കെ വെൽഡ് ചെയ്ത് ശരിയാക്കണം കേട്ടോ. അതിന് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽഡിങ് മെഷീനൊക്കെ ഉണ്ട്. വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് വെൽഡ് ചെയ്യുന്നത് കേട്ടോ. ഇക്കാൻ്റെ കണ്ടിട്ട് ചെറുതായിട്ടൊക്കെ എനിക്ക് അറിയാം. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ വെൽഡിങ്ങിന്റെ കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ വെൽഡിങ് മെഷീൻ കേട്ടോ. പിന്നെ ഇതാ ആദ്യം നമുക്ക് വേണ്ടത് ഇതാ ഈ വെൽഡിങ് മെഷീനിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇതാ ഒരു സംഭവം, ഇത് എർത്ത് കൊടുക്കാനുള്ള സാധനം കേട്ടോ. നമ്മൾ എന്താണ് വെൽഡ് ചെയ്യണത് അവിടെ നമ്മൾ ഈ കമ്പി, ഈ സാധനം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതിലേക്ക് എർത്ത് വരുള്ളൂ. നമ്മളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വേറൊരു വയർ വരും കേട്ടോ വെൽഡിങ് മെഷീനിൽ. ഇതിലാണ് നമ്മൾ റാഡ് കൊടുക്കുക, ഇതിലാണ് നമ്മൾ വെൽഡ് ചെയ്യുന്ന സാധനം കൊടുക്കുക. അതിനു വേണ്ടി നമ്മളിതാ കുറച്ച് റാഡ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലത്തെ ഒരു സാധനം നമ്മൾ ഈ പടക്കം പൊട്ടിക്കുന്ന കമ്പിത്തിരി ഇല്ലേ, അതേപോലുള്ള സംഭവമാണ് കേട്ടോ റാഡ്. അത് നമ്മൾ കൊടുക്കുക. ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് ഇത് ഓപ്പൺ ആയി വരും. അതിലേക്ക് ഈ സൈഡിലത്തെ ഇത് കൊടുക്കുക. ഇതൊക്കെ മരുന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെയാണ് വെൽഡ് ചെയ്യാൻ പോണത്. മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്, കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ നമുക്ക് ഇതേപോലെ കൂളിംഗ് ഗ്ലാസ് വേണം. പിന്നെ ഇതേപോലെ ഒരു ഷീൽഡും വേണം കേട്ടോ. അതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മെഷീൻ ഓൺ ആക്കണം കേട്ടോ. മെഷീന്റെ ബാക്കിലാണ് സ്വിച്ച്, അത് ഓൺ ആക്കാം കേട്ടോ. മെഷീൻ ഓൺ ആയിട്ടുണ്ട്, സൗണ്ട് വെക്കുന്നുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ സേഫ്റ്റി നോക്കണം കേട്ടോ. അതിന് വേണ്ടി ഇതായി ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പൊ പവർ നല്ല അത്യാവശ്യം കൂടുതലാണ് കേട്ടോ. നമ്മൾ കണ്ടില്ലേ, അപ്പൊ ഇതിൽ പവർ ഇത്തിരി അധികമാണ്. നമുക്ക് ഇത്ര പവർ ആവശ്യമില്ല കേട്ടോ. പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നല്ല പവർ കുറയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ തട്ടിപ്പോവും. ഇരുമ്പ് ആയതുകൊണ്ട് നമുക്കൊരു 110 ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ ഇതില് 158 ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളത് കുറച്ചൊരു 110 ആയിട്ട് കുറച്ച് വെക്കുക. 111 സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വെൽഡ് ചെയ്യണ എല്ലാ സേഫ്റ്റി ഒക്കെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു കമ്പി എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു വശത്തേക്ക് പുറം ഭാഗത്തേക്ക് വെച്ചിട്ട് അതിന്റെ ഇത് രണ്ടും ഘടിപ്പിക്കുന്ന ഭാഗമാണ് നമുക്ക് വെൽഡ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നമുക്ക് തുടങ്ങല്ലേ. നമ്മളിതാ ഇതില് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ 4 ഭാഗത്തും ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഘടിപ്പിക്കണം. അതായത് ഈക്വൽ ആയിട്ടുള്ള അളവിൽ ചെയ്യണം. നമ്മൾ എന്തിനും ഒരു അളവ് വേണം പറയില്ലേ, അതിന് വേണ്ടി നമുക്ക് ഇതേപോലെ ഒരു ടാപ്പ് എടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ടാപ്പ് എടുത്തിട്ട് നമുക്കിത് ആദ്യം അളക്കണം കേട്ടോ. ഇതേ ഈക്വൽ ആയിട്ടുള്ള ഓരോ വശങ്ങളിൽ വേണം നമുക്കിത് വെക്കണമെങ്കിൽ. തോന്നിയ പോലെ വെക്കാൻ പറ്റില്ല. നമുക്കിത് അളക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെൽഡ് ചെയ്ത ഭാഗത്ത് നമ്മൾ വേഗം പോയിട്ട് ആക്രാന്തം കൊണ്ട് പോയി പിടിക്കരുത് കേട്ടോ. കാരണം നല്ല ചൂടുണ്ടാവും. ഒരുപാട് പണി അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സേഫായി നോക്കണം കേട്ടോ. ചൂട് പോയിട്ട് പതിയെ ചെയ്താൽ മതി. നമുക്കിത് അളക്കാം. അളവ് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മള് ഇവിടെ ഒരു അളവ് വന്നു, പിന്നെ ഇതാ കറക്റ്റായിട്ട് ഇവിടെയാണ് വന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ ഇവിടെ ചെറുതായി ഒന്ന് ചെരിച്ച് ഇത് വെച്ച പോലെ വെച്ചിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കുക. നമ്മള് 4 സൈഡും ഇതുപോലെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. 4 സൈഡും ഒരേപോലെ നമ്മൾ അളവെടുത്ത് അതേ അളവില് 4 കമ്പി ചെറുതായി ഒന്ന് വളച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഈ പണി കഴിഞ്ഞു. ഇനി നമുക്ക് 3 റിങ് ആണുള്ളത് ഓരോ അളവില്. ഈ ഏറ്റവും
ചെറുത് അത് അതിന്റെ ടോപ്പിലും, പിന്നെ ഇതിന്റെ കുറച്ചും കൂടി വലുത് ഈ സൈഡിലും, ഇത് അങ്ങനെ ആയിട്ട് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്ക് ഇടണം കേട്ടോ. അപ്പൊ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോണത്, നമ്മള് ചെറിയ റിംഗ് ഇല്ലേ, അതാണ് ഫസ്റ്റ് ആയി നമ്മൾ വെൽഡ് ചെയ്യാൻ പോണത്. നമ്മൾ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും റിങ് ഓൾറെഡി നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നടുവിലുള്ള ഈ 2 റിങ്ങും കൂടി വെൽഡ് ചെയ്ത് ശരിയാക്കാം കേട്ടോ. നമ്മുടെ റാഡ് കഴിഞ്ഞിട്ടുണ്ട്, അത് മാറ്റി കൊടുക്കാം. നമ്മുടെ കമ്പി എല്ലാം വെൽഡ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഇതേ ഷേപ്പിൽ തന്നെ കിട്ടണം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഈ കണ്ണാണ് കേട്ടോ. ഈ കണ്ണില്ലേ, ഇതേപോലെ നമ്മള് കറക്റ്റ് ആയിട്ട് അളവൊക്കെ എടുത്ത്, അളവ് എടുത്തില്ലെങ്കിൽ ഏകദേശം നിങ്ങളുടെ ഒരു ഇത് വെച്ച് നമുക്ക് ചെയ്യാം, കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന നെറ്റ് ഉണ്ടോ, ഈ നെറ്റ് കൊണ്ട് നമുക്ക് ഈ റിങ് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഗൈസ്, നമ്മളിതാ വലയൊക്കെ ചുറ്റി നല്ല വൃത്തിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്നലെ നല്ല ഇരുട്ടുമായിരുന്നു, പിന്നെ മഴന്റെ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ക്ലാരിറ്റി ഇല്ല, വീഡിയോ എടുക്കാനും പറ്റിയില്ല കേട്ടോ. അപ്പൊ ഇന്നാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വെച്ചത്. ഇന്നലെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് സംഭവം. ഇതിന്റെ മേലൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. ഇത് മേലെ നമ്മൾ ഒന്ന് നെറ്റ് വെച്ചിട്ട് തന്നെ അടയ്ക്കും. മീന് കുടുങ്ങണ സംഭവം ഇങ്ങനെയല്ല കേട്ടോ, ഇതിന്റെ ഉള്ളിലാണ് മീൻ കുടുങ്ങണ സംഭവം. അതെന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ കുരുത്തി എന്ന് പറയുന്ന സംഭവം, മെയിൻ കുടുങ്ങണ സംഭവം ഇതിലാണ് കേട്ടോ. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൂക്ഷിച്ചാൽ മനസ്സിലാവും. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മളൊരു നെറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കണ്ണുണ്ടോ, ഇത് മീൻ എങ്ങനെയാണ് ഇതിൽ പെടുന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതിലേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് നേരെ ശ്രദ്ധിച്ചോ, ഇതിലേക്ക് നേരെ ഇങ്ങനെ പോവും. ഇവിടെ ആവുമ്പോ ഇത് താഴുന്നുണ്ടോ, ഇത് താഴും. അപ്പൊ മീൻ അതിന്റെ ഉള്ളിലേക്ക് പെടും കേട്ടോ. പിന്നെ നമ്മൾ അറ്റത്ത് അടച്ചും കൊടുക്കും. അപ്പൊ മീൻ ഇതിന്റെ ഉള്ളിലേക്ക് പെടും. പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വരാൻ പറ്റില്ല. ഉള്ളിത്തെ വലല്ലേ, അതിലേക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് വരാൻ പറ്റുള്ളൂ. ഇവിടെ നെറ്റുമാണ്. അപ്പൊ നമുക്ക് മീനിന് പുറത്തേക്ക് എന്തായാലും വരാൻ പറ്റില്ല. ആ അറ്റം നമ്മൾ നെറ്റ് കൊണ്ട് അടച്ചു കൊടുക്കും ചെയ്യും കേട്ടോ. അപ്പൊ ഇതാണ് കുരുത്തി എന്ന് പറയുന്ന സംഭവം. ഇങ്ങനെയാണ് മീൻ ഇതിന്റെ ഉള്ളിൽ പെടുക. അപ്പൊ എന്റെ ഈ കുരുത്തി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് ഇതേപോലെ നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും മഴക്കാലമാണല്ലോ, അപ്പൊ എല്ലാവരും ഇങ്ങനെ മീനൊക്കെ പിടിച്ച് നടക്കുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്നുണ്ടെങ്കിൽ ഈ ഇട്ട വീഡിയോയിൽ കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ അതിന്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പൊ എന്തായാലും ഈ വീഡിയോന് താഴെ കമന്റ് ചെയ്യുക. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഇത് ആവശ്യമുള്ളവര് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.